ഇന്നത്തെ ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങാനൊരു ആഗ്രഹം കേട്ടോ. അങ്ങനെ ഞാനും മോളും കൂടെ വീടിനടുത്ത് തന്നെ ഒന്ന് നടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ എങ്ങോട്ടും പോയില്ല, ഈ പരിസരത്ത് കൂടെ മാത്രം ഒന്നിങ്ങനെ നടന്നു. പിന്നെ ഇതാ ഈ ഒരു മുരിങ്ങ മരം, ഇത് വീടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. എന്നും കുക്കിംഗ് വീഡിയോ അല്ലേ ഇടാറ്. അപ്പോൾ എൻ്റെ കിച്ചണും അതുപോലെ തന്നെ കുക്കിങ്ങും കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പം ഇവിടെ സൗദിയിൽ നമുക്ക് ചില പരിമിതികളുണ്ട്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ. അപ്പം നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് നമ്മുടെ വില്ല. അപ്പം എന്താ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഒരു ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. ഇതൊരു പാഷനായിട്ടും കൂടെയാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതെനിക്കെപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫ്രൈഡേ ഈവനിങ്ങിൽ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ കസിന് കൊണ്ടുവന്ന് തന്നത്. ഇത് ഇപ്പോൾ ബീഫാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ശർക്കര ഉപ്പേരി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നും വിചാരിക്കും ഷുഗർ ഒഴിവാക്കണം എന്നുള്ളത്. അങ്ങനെ വിചാരിക്കുന്ന ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നെ ഇനി ആദ്യം എൻ്റെ മനസ്സിനെ ഞാനൊന്ന് കൺട്രോൾ ആക്കണം. എന്നിട്ട് ഇനി ഇതൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങാനായിട്ടല്ല, വെറുതെ ജസ്റ്റ് പോയതാണ്. പോയപ്പോൾ അവിടെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഹാങ് ചെയ്യുന്ന ഈ ഒരു ലീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഇത് ഞാൻ കിച്ചണിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. കുട്ടികൾക്ക് പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാനാണിത്. ഹോം ബോക്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ് ഇതിനൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും ഇപ്പോൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അതുകൊണ്ട് എന്താ എനിക്ക് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് പലതവണ ചിന്തിച്ചിട്ട് കേട്ടോ ഇപ്പോൾ വാങ്ങിക്കാറുള്ളൂ.